1999 മേഘം എന്ന സിനിമയിൽ ചെറിയ വേഷത്തിലൂടെ സിനിമയിൽ എത്തിയ മേജർ രവി പിന്നീട് നിരവധി പട്ടാള സിനിമകളിൽ കൺസൾട്ടന്റായും ചെറിയ വേഷങ്ങളിൽ അഭിനയിക്കുകയും ചെയ്തു. 2002 പുനർജനി എന്ന സിനിമയിലൂടെ സംവിധാന രംഗത്തും മേജർ രവി തൻ്റെ സാന്നിധ്യമറിയിച്ചു. 2006 കീർത്തി ചക്ര എന്ന സിനിമയിലൂടെ പട്ടാള സിനിമകളുടെ പുതിയൊരു രീതി മലയാള സിനിമയ്ക്ക് പരിചയപ്പെടുത്തി. 1999 പുറത്തിറങ്ങിയ ഒളിമ്പ്യൻ അന്തോണി ആദം എന്ന മോഹൻലാൽ ചിത്രത്തിൽ അഭിനയിച്ചതിൻ്റെ അനുഭവം താരം പങ്കുവച്ചു. ആ സിനിമയിൽ ആദ്യം താൻ ഉണ്ടായിരുന്നില്ലെന്നും ഒരു ഗൺ ഫയർ സീൻ കണ്ടതിന് ശേഷമാണ് ഭദ്രൻ ആ സിനിമയിൽ തന്നെ ഉൾപ്പെടുത്തിയതെന്നും മേജർ രവി പറഞ്ഞു. മോഹൻലാലിന് നേരെ യഥാർത്ഥ തോക്ക് വച്ചാണ് ഷൂട്ട് ചെയ്തതെന്നും താരം പറഞ്ഞു. കൗമുദി മൂവീസിന് നൽകിയ അഭിമുഖത്തിലാണ് ഇക്കാര്യം പറഞ്ഞത്. ഞാനും പ്രിയദർശനും മുംബൈയിൽ ഒരു ആഡിൻ്റെ ഷൂട്ടിന് എത്തിയതായിരുന്നു. വൈകിട്ട് പ്രിയന് ഒരു കോൾ വന്നു. ഫോണിലൂടെ ആരോടോ പ്രിയൻ ചൂടായി സംസാരിക്കുകയായിരുന്നു. നീ പേടിക്കണ്ട, ഞാൻ അവനെ നാളെ രാവിലെ ചെന്നൈയിൽ എത്തിക്കാം എന്ന് പറഞ്ഞ് കട്ട് ചെയ്തു. നീ നാളെ ചെന്നൈയിലെത്തണം. ലാലാണ് വിളിച്ചത്. ഒരു സീനിൽ ലാലിന് നേരെ ഫയർ ചെയ്യുന്ന ഒരു ഷോട്ടുണ്ട്. ഭദ്രൻ പറഞ്ഞത് ഒറിജിനൽ തോക്ക് വെച്ച് വേണം ആ സീൻ ചെയ്യാൻ എന്നാണ്. ആക്ഷൻ ചെയ്യുന്ന ആർട്ടിസ്റ്റുകളെ വെച്ച് ചെയ്യേണ്ട. നിന്നെ വിടാൻ പറ്റുമോ എന്ന് ലാൽ ചോദിച്ചതാ. നീ നാളെ തന്നെ ചെന്നൈക്ക് പൊയ്ക്കോ എന്ന് പ്രിയൻ പറഞ്ഞു. ചെന്നൈയിലെ ഇന്ത്യൻ എക്സ്പ്രസിൻ്റെ ബിൽഡിങ്ങിൽ ആയിരുന്നു ഷൂട്ട്. ഞാൻ അവിടെ ചെന്നു. മോഹൻലാലിൻ്റെ പിന്നിൽ ഒരു ഫോട്ടോ തൂക്കി വെച്ചിട്ടുണ്ട്. ലാലിനെ ഷൂട്ട് ചെയ്യുമ്പോൾ ലാൽ മാറും. ആ ഫോട്ടോയുടെ നെറ്റിയിൽ ബുള്ളറ്റ് കൊള്ളണം. അതാണ് ഷോട്ട്. .32 പിസ്റ്റൾ വെച്ചാണ് ഷൂട്ട് ചെയ്യേണ്ടത്. ഞാൻ ആ സ്ഥലം മൊത്തം നോക്കി. ആ ഫോട്ടോ ഒരു ചുമരിൽ തൂക്കിയിട്ടിരിക്കുകയാണ്. ഈ ബുള്ളറ്റ് ചുമരും തുളച്ച് റോഡിലൂടെ പോകുന്ന ആരുടെയെങ്കിലും ദേഹത്ത് കൊള്ളാൻ ചാൻസ് ഉണ്ട്. ആർട്ടിലെ ആൾക്കാരെ വെച്ച് ചുമരിൻ്റെ പിന്നിൽ മണൽച്ചാക്ക് അടുക്കി വെപ്പിച്ചു. ആ ഷോട്ട് 2 വട്ടം റിഹേഴ്സൽ ചെയ്തു. ലാൽ മാറുന്ന ആ സെക്കൻഡിൽ ഫോട്ടോയ്ക്ക് നേരെ ഫയർ ചെയ്യണം. ആദ്യമേ ആ ഫോട്ടോയെ എയിം ചെയ്ത് വെച്ച് അതിനുശേഷം ലാലിനോട് മുന്നിൽ വന്ന് നിൽക്കാൻ പറഞ്ഞു. ആദ്യം റിഹേഴ്സൽ ചെയ്തപ്പോൾ ലാൽ മാറുന്ന സമയത്ത് കൈ കറക്കിയാണ് ചാടിയത്. ഞാൻ പറഞ്ഞു, അണ്ണാ ചാടുമ്പോൾ കൈ ആ ഫോട്ടോയുടെ മുന്നിൽ വരുന്നുണ്ട്. കയ്യിൽ ബുള്ളറ്റ് കൊള്ളാൻ ചാൻസ് ഉണ്ടെന്ന് പറഞ്ഞു. അടുത്ത വട്ടം ചെയ്തപ്പോൾ അത് ഓക്കെയായി. ടേക്ക് പോയപ്പോൾ ലാൽ അത് കറക്റ്റ് ടൈമിങ്ങിൽ ചെയ്തു. ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡിൽ ബുള്ളറ്റ് കറക്റ്റായി ഫോട്ടോയുടെ നെറ്റിയിൽ തന്നെ കൊണ്ടു, മേജർ രവി പറഞ്ഞു.